നിങ്ങൾ ഒറ്റയ്ക്ക് തിരയുണ്ടാൻ പോയിട്ടുണ്ടോ? രസകരമായ ആ ഒരു അവസ്ഥ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വ്യക്തിയായിരിക്കണം കൂടെ കൊണ്ടുള്ളത്. ഇടയ്ക്ക് കുറച്ച് കളർഫുൾ കാഴ്ചകളൊക്കെ കിട്ടും. ഹായ്, അതെ, നിങ്ങൾ ഒറ്റയ്ക്ക് തിരയുണ്ടാൻ പോയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ബീച്ചിൽ വന്ന് തിരയുണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രെസ് റിലീഫാണ്. ശരിക്കും എന്താ പറയുക, നമുക്ക് കുറച്ച് നേരം എന്താ പറയുക, ഒരു ഇൻഫിനിറ്റി അവസ്ഥയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് കുറേ നേരം നോക്കിയിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഉള്ളിലുള്ള ഉണ്ടായിരുന്ന കുറേ ഫ്രസ്ട്രേഷനും അതും ഇതും അലമ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി വൺസ് നമുക്ക് നിയർ ബൈ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ബീച്ചിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇനി ഒറ്റയ്ക്ക് പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്കാരെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ബാക്കി കാര്യത്തിനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും കൂടെ ഉണ്ടാകുന്ന കമ്പനി. പക്ഷേ ആ ബീച്ചിൻ്റെ വൈബ് എൻജോയ് ചെയ്യാനും ആ ഒരു എന്താ പറയുക കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു രസകരമായ ആ ഒരു അവസ്ഥ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വ്യക്തിയായിരിക്കണം കൂടെ കൊണ്ടുള്ളത്, അത് പ്രത്യേകിച്ച്. പിന്നെ അറിയാമല്ലോ, നമ്മളുടെ കേരളത്തിലുള്ള ബീച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥയൊക്കെ വൻ ശോകമാണ്. ഇനിയിപ്പോൾ ഗോവയിലെ ബീച്ചാണെന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് കളർഫുൾ കാഴ്ചകളൊക്കെ കിട്ടും. അത് ഓരോരുത്തരുടെ വൈബും മൈൻഡും അനുസരിച്ച്. അല്ല, ഞാൻ പറഞ്ഞു സീരിയസ്ലി പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ആകുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒറ്റയ്ക്ക് പോകാന്നുള്ളത് തന്നെ ഭയങ്കര ഒരു പ്രശ്നമാണ്. അതിനിടയ്ക്ക് നമ്മൾക്ക് കൂടെ വരുന്ന വ്യക്തി അവരാരായിരിക്കും, എന്തായിരിക്കും, ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലുകൾ പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ ഇവിടേക്ക് ആകുമ്പോഴത്തേക്കും ഗോവയിലൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഇഷ്യൂ ഇല്ല. ഒറ്റയ്ക്കാണെങ്കിലും എത്ര പേരായിട്ടാണെന്നുണ്ടെങ്കിലും ആരെയും മൈൻഡൊന്നും ചെയ്യുന്നില്ല. പിന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യക്കാരെയും അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കുറച്ചൊക്കെ നമ്മളുടെ ലൈഫും അല്ലെങ്കിൽ അവരുടെ ലൈഫും ഒക്കെ ഇങ്ങനെ ഒന്ന് ഒരു കമ്പാരിസനൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒന്ന് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ അടിപൊളിയൊരു സാധനം തന്നെ പറയാം. ഞാൻ ഇതിന് മുന്നേ വീഡിയോസ് ചെയ്തതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾ ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഗോവയിൽ വരണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് വരണം എന്നൊക്കെ ഉള്ള സാധനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ എടുത്തു പറയുകയാണ്, ഇതിപ്പോൾ നമ്മൾ കുറേയൊക്കെ സ്ത്രീകൾ മാത്രമായിട്ട് യാത്രകൾ പോവുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും ഈ പരിചയമില്ലാത്ത കുറേ ആളുകളായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ പോകുന്ന സാധനങ്ങളൊക്കെയാണ്. സോളോ ആയിട്ട് യാത്ര പോവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നേരം വന്ന് ബീച്ചിലിരിക്കുക എന്നുള്ള സാധനങ്ങൾ ഇപ്പോഴും ഈ ഒറ്റയ്ക്ക് യാത്ര എന്നുള്ള സാധനം കുറച്ചെങ്കിലും ആളുകൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അത് ഇടയ്ക്ക് അങ്ങനെ ഒരു ഇത് നല്ലതാണ്. നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ടൈം കണ്ടെത്തുക എന്നുള്ള പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം എല്ലാം മാറ്റി വെച്ച് നമ്മൾ ഇരിക്കുക എന്നുള്ളത് അതും ആവശ്യമാണ്. അപ്പോൾ മാക്സിമം നമ്മളിങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ മോർണിംഗ് സൺറൈസ് കാണുന്ന രീതിയിൽ അത് നമുക്കൊരു വർക്കൗട്ടെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഇതിലെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് വേണ്ടിയായിട്ട് നമ്മൾ ഓടാനും നടക്കാനും കുറച്ച് നേരം ഇരിക്കാനൊക്കെ ആയിട്ടുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സൺസെറ്റ് ആ ഒരു സമയം അതും നല്ലതാണ്. കാരണം ആ ഒരു പ്രകൃതിയുടെ ഭംഗി തന്നെ വേറൊരു രീതിയിൽ ആസ്വദിക്കുകയും അതിലൂടെ നമ്മളുടെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അത് രണ്ട് നേരമാണെങ്കിൽ, ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ആണെന്നുണ്ടെങ്കിലും. അല്ലാതെ നട്ടുച്ചയ്ക്കൊന്നും വരരുത്, ആകെ ചൂടും പോകുകയും ആകെ ഇതായിട്ട് ദാഹിച്ച് വലഞ്ഞ് ഇറിറ്റേഷൻ കൂടുകയും ചെയ്യാം. അപ്പം നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു സ്പേസ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതുണ്ടല്ലോ, ശരിക്കും നമുക്കൊന്ന് ഒരു എന്താ പറയുക ശാന്തമാവാൻ എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ യോഗയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബീച്ച് സൈഡിലൊക്കെ പോയിട്ട് യോഗ ചെയ്യാന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഇടയ്ക്ക് പറയില്ലേ കുളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കഴുത്തോളം വെള്ളത്തിലൊക്കെ നിന്നിട്ട് യോഗയുടെ എന്തൊക്കെയോ
ഏതോ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ബീച്ചിൽ അമ്മ അതിൽ വെയിലത്തൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ ബിക്കിനിയൊക്കെ ഇട്ടിട്ട് സൺ ബാത്ത് എടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വെയിൽ കിട്ടുന്ന കുറവായതുകൊണ്ടാണ് അവർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് വന്ന്, പ്രത്യേകിച്ച് ബീച്ച് സൈഡൊക്കെ വന്ന് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വൈറ്റമിൻ ഡി കണ്ടെത്താനുള്ള പരിപാടികൾ ചെയ്യുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്ന് വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, സൺബേൺ അടിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ഓടിപ്പോകുന്ന അവസ്ഥയല്ലാണ്. അത് ശരിക്കും നമ്മളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അവരുടെ സാഹചര്യം പോലെയല്ല നമ്മളുടെ. അപ്പോൾ ബോഡിയുടെ അവസ്ഥ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ അവസ്ഥയാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം കണ്ടെത്തണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രത്തോളം വരില്ല. വേറെ ആർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് മാത്രമേ നമുക്കായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുളത്തിലേക്ക്, അപ്പോൾ കുളത്തിൽ കുളിക്കാമെന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ ഒരു പരിധി വരെ ബോഡി ഫുള്ളായിട്ട് റിലാക്സ് ആവാനൊക്കെ ഉള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂളിൽ നിന്നുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ എത്രത്തോളം ഈ പൂളിലൊക്കെ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു കംഫർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളവരാണ്. ഇപ്പോൾ ബീച്ചിൽ വന്നാൽ പോലും വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്ര സ്ത്രീകൾ പോകുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ ഇതൊക്കെ കാരണം ഇങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ഹെൽത്ത് എന്താ റിലാക്സേഷൻ്റെ ഭാഗമായിട്ട് ഐസ് ക്യൂബ് നിറച്ച് ഇതിലൊക്കെ ഇറങ്ങുക, അങ്ങനെ ബോഡിക്ക് ഒരു തരം തെറാപ്പി കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നാച്ചുറലായിട്ട് പല സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഫേസ് മൊത്തം ഇങ്ങനെ ഐസ് വെള്ളത്തിൽ മുക്കിയെടുത്ത് അങ്ങനെ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ ബോഡി മൊത്തം ഈ പറഞ്ഞ പോലെ ഐസ് വെള്ളത്തിൽ മുക്കി എടുക്കുന്ന തെറാപ്പികൾ പോലത്തെ ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഈ ഇവിടെ എന്താ പറയുക ഓരോ രീതിയിൽ മാർക്കറ്റ് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഈ കുളത്തിൽ ഇറങ്ങലും അല്ലെങ്കിൽ ഈ ബീച്ചിൽ ഇറങ്ങലാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി ഒന്ന് വെള്ളത്തിൽ മുക്കി അതിനെ ഒന്ന് റിലാക്സ് ആക്കുക എന്നുള്ള സാധനങ്ങളൊന്നുമില്ല. ഓക്കെ, ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുളിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് പക്ഷേ ഒരു ബോഡി റിലാക്സ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക്, ബോഡീനെ സ്ട്രെസ് റിലീഫ് ആവുന്ന രീതിയിലേക്കൊന്നും അത് എത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ബാക്കിയുള്ള ഈ തെറാപ്പികൾക്ക് ഇത്രയും ഇവിടെ ചാൻസസ് ഉള്ളത്. ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് സെൽഫ് ലവ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഹെൽത്ത് നോക്കുന്നതും നമ്മളുടെ ബോഡിക്ക് വേണ്ടി നമ്മളിങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ഇച്ചിരി മതി, വീക്കിലി വൺസ് ഒരു എന്താ പറയുക നമ്മൾ തന്നെ നമ്മളതിനെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നു, ഒറ്റയ്ക്ക് ഒന്ന് റീഫ്രഷ്മെൻറ്റിനൊരു സമയം കണ്ടെത്തുന്നു. അറിയാം നമ്മളിങ്ങനെ ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികളാണ്, പല രീതിയിലുള്ള റോൾസ് ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിനൊക്കെ നമുക്ക് പല രീതിയിലുള്ള ഫ്രസ്ട്രേഷനും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ തീർക്കുക നമ്മളുടെ ഏറ്റവും അടുത്തുള്ള മനുഷ്യന്മാരുടെ അടുത്തായിരിക്കും. അത് ചിലപ്പോൾ ആ റിലേഷനെ തന്നെ പല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള അവസരങ്ങളുണ്ടാക്കും. അപ്പോൾ അതിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞു റെമഡീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ അൾട്ടിമേറ്റ്ലി ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കുക എന്നുള്ള കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് റിലീസാന്ന് പറയില്ല. അപ്പോൾ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് മാത്രമേ. ഇപ്പോൾ കടലിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ എൻഡ് നമുക്ക് കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കടലിലേക്കാണെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മളത് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഒരു തരത്തിൽ നമുക്ക് എന്താ പറയുക ഒരു തെറാപ്പി പോലെ തന്നെയാണ്.